തോരാതെ പെയ്യുന്ന ആ മഴയിലും അവൾ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. അതെ, തൻ്റെ മനസ്സിലെ ദുഃഖങ്ങൾ, വിഷമങ്ങൾ ഇനി ആരോട് പറയും? ഇന്നും അതാ ഷക്കീലയെ പെണ്ണ് കാണാൻ വന്നു. പക്ഷേ മറുപടിയൊന്നും അവർ പറഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ബ്രോക്കർ വിളിച്ചു. അതേ, കുട്ടികൾക്ക് പറ്റിയിട്ടില്ല. കുട്ടി നിറം കുറവായതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ ഞങ്ങൾ വേറെ നോക്കട്ടെ. ശരിക്കും അത് കേട്ട് ഷക്കീല വിതുമ്പി കരയുകയായിരുന്നു. ആകാശത്തിലുള്ള ഓരോ മഴത്തുള്ളികളും നിലത്തേക്ക് പതിക്കുമ്പോഴും അത് മുഴുവൻ തൻ്റെ കണ്ണീരാണെന്ന് അതാ ഷക്കീലക്ക് തോന്നി. എത്രയോ ആളുകൾ ആ വീട് കയറി ഇറങ്ങിയിട്ടുണ്ട്. അതെ, കറുത്തവളായ ഷക്കീല. ആ ഷക്കീലയുടെ മുഖം കണ്ടാൽ, അവളുടെ നിറം കണ്ടാൽ ആരും ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോകും. അത് പതിവാണ്. എന്നാൽ വെളുത്തവളായ അനിയത്തി, സുന്ദരിയായ അനിയത്തി സാജിദക്ക് അത് ദേഷ്യമായിരുന്നു. ഇത്താത്ത വീട്ടിൽ നിന്ന് ഇറങ്ങിക്കിട്ടെങ്കിലേ എൻ്റെ കാര്യം എന്തെങ്കിലും നടക്കൂ. ഇതിപ്പോൾ ഞാനും കല്യാണം കഴിക്കാൻ പ്രായമായി. ഞാനിപ്പോൾ ഇത്താത്തക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കണോ? കറുത്തതിൻ്റെ പേരിൽ അവിടെ നിൽക്കണവർ നിൽക്കട്ടെ, എനിക്ക് എൻ്റെ കല്യാണം നടത്തിയാൽ മതി. ഇനിയിപ്പോൾ ഞാനും മൂത്ത് നിറച്ച് ഇവിടെ നിൽക്കേണ്ട അവസ്ഥയായിരിക്കും. ഈ ഒരു കറമ്പി ഇത്താത്തയെ കൊണ്ട് തോറ്റു. എന്നാൽ മാതാപിതാക്കൾക്ക് അത് കേൾക്കുമ്പോൾ വല്ലാത്ത പ്രയാസമായിരുന്നു. മോളെ, നീ ഒന്ന് അടങ്ങ് മോളെ. എന്താ ചെയ്യാ, എൻ്റെ ഇത്താത്ത ഇവിടെ ഇരിക്കുമ്പോൾ അന്നെ കെട്ടിക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ ഞാനും മൂത്ത് നരച്ച് എൻ്റെ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെടും. പിന്നെ ഞാനും ഇവിടെ ഭർത്താവില്ലാതെ ജീവിക്കേണ്ട അവസ്ഥ വരും. അതെ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തുകൂടെ നിങ്ങൾക്ക്? ഇത്താത്താക്ക് ഏതായാലും കല്യാണം ശരിയാവില്ല. ഇനി ഞാൻ അവൾക്ക് വേണ്ടി എന്തിനാ കാത്തു നിൽക്കുന്നത്? അവളുടെ സാധ്യതയുടെ ഇടക്കിടക്കുള്ള സംസാരം ശരിക്കും ഷക്കീലയെ നല്ല രീതിയിൽ വിഷമിപ്പിച്ചു കൊണ്ടിരുന്നു. ഇത്ര കറമ്പി ആയതിൻ്റെ പേരിലാണ് എൻ്റെ കല്യാണം കൂടി ശരിയാത്തത്. ഇത്താത്തക്ക് വേണ്ടി ഞാനും ഇങ്ങനെ ഇവിടെ വഴിയാധാരമായി നിൽക്കേണ്ട ഒരവസ്ഥയാണ് ഉള്ളത്. ശരിക്കും സാജിദയുടെ വാക്കുകൾ ഷക്കീലയെ വളരെയധികം സങ്കടപ്പെടുത്തി. എന്നാൽ അവൾ അന്ന് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഞാനിവിടെ ഇരുന്നോളാം വീട്ടിൽ ഉമ്മയെ സഹായിച്ചുകൊണ്ട്. ഉമ്മ, സാജിദയുടെ കല്യാണം നടത്തണം വേഗം. കാരണം സാജിദക്ക് നല്ല വിഷമമുണ്ട്. എൻ്റെ കല്യാണമാണെങ്കിൽ ഒന്നും ശരിയാകുന്നില്ല. കാര്യം മറ്റൊന്നുമല്ല, ഞാൻ കറുത്തതല്ലേ ഉമ്മ. എൻ്റെ ഈ തൊലിയുടെ കളർ ആർക്കും ഇഷ്ടപ്പെടില്ല. എല്ലാവർക്കും വെളുത്തതാണ് ഇഷ്ടം. മോളെ, നീ അങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാവുമോ? മൂത്തോളിരിക്കുമ്പോൾ അനിയത്തിയെ കെട്ടിക്കുന്നത് ശരിയാണോ? എന്നാൽ സാജിദ പറഞ്ഞു ഉമ്മയോട്, ഉമ്മ, ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. അങ്ങനെയെങ്കിൽ ഇത്താത്തയെ വീട്ടിൽ നിന്ന് ഒഴിവാക്കി തരും നിങ്ങൾ. എന്താ മോളെ ഈ പറയണത്? നീയും എൻ്റെ മോളാണ്, അവളും എൻ്റെ മോളാണ്. പിന്നെ തൊലി വെളുപ്പവും തൊലിയുടെ കളറൊക്കെ എന്ന് വെച്ചാൽ അത് പഠിച്ചോ നിർണ്ണയിക്കുന്നതാണ്. നമ്മളല്ലല്ലോ അതൊന്നും നിശ്ചയിക്കുന്നത്. എന്താ മോളെ നീ പറയുന്നത്? ഉമ്മ, ഞാൻ ഒരു കാര്യം പറയാം. പിന്നെ ബ്രോക്കർ വിളിച്ചിരുന്നല്ലോ, മറ്റന്നാൾ ഒരു കൂട്ടർ കാണാൻ വരുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം ഉമ്മാനോട്. അതായത് ഞാൻ പൊയ്ക്കോളാം മണവാട്ടിയായിട്ട്. എന്താ നീ പറയുന്നത്? അതേ ഉമ്മ, കാണാൻ വരുമ്പോഴേ ചായയുമായി ഞാൻ ചെന്നോളാംന്ന്. എന്നെ കണ്ടാൽ ആർക്കും ഇഷ്ടപ്പെടായികയൊന്നും ഉണ്ടാവില്ലല്ലോ. കാരണം ഞാൻ വെളുത്തതല്ലേ, ഞാൻ സുന്ദരിയല്ലേ. എനിക്ക് ഇത്താത്തിയെ പോലെ കറുപ്പ് നിറമില്ലല്ലോ. അതുകൊണ്ട് മണവാളൻ്റെ മുമ്പിലേക്ക് ഞാൻ പൊയ്ക്കോളാം ചായയുമായി. എന്താ, പറ്റില്ലേ? എന്നിട്ടെങ്കിലും എങ്ങനെയെങ്കിലും ഇത്താത്തിയെ ഒന്ന് കെട്ടിച്ച് വിടാം. കാണാൻ നിൽക്കുമ്പോൾ ഞാൻ നിന്നോളാം. പിന്നെ കല്യാണത്തിൻ്റെ അന്ന് നന്നായിട്ട് അങ്ങോട്ട് മേക്കപ്പൊക്കെ ചെയ്ത് അങ്ങോട്ട് തട്ടിവിടാം. അതേ ശരിയാവുള്ളൂ. എന്നാൽ അത് കേട്ട് ആ ഉമ്മ പറഞ്ഞു, മോളെ, അത് നമ്മൾ ചെയ്യുന്ന ചതിയല്ലേ. അല്ലാതെ പിന്നെന്താ? ഈ ഒരു കരിമ്പൂതത്തെ കണ്ട ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? അങ്ങനെ എന്തെങ്കിലും കളവും വഞ്ചനവും നടത്തിയാൽ മാത്രമേ ഇത്താത്താൻ്റെ കല്യാണം നടക്കുള്ളൂ. സാജിദയുടെ വാക്കുകൾ കേട്ട് ഉമ്മ ഒരു നിമിഷം ഞെട്ടിയെങ്കിലും ഉമ്മാക്കും തോന്നി, അതെ, ഏതൊരു ഉമ്മാക്കും സ്വന്തം മകൾ വീട്ടിൽ പുരനിറഞ്ഞ് നിൽക്കുന്നത് കാണുന്ന ഇഷ്ടമുണ്ടാവില്ലല്ലോ. നേരെ അതാ പിതാവിനോട് കാര്യങ്ങളെല്ലാം പറയുന്നു. അതെ, ഷക്കീലാൻ്റെ കല്യാണം മറ്റന്നാൾ ഒരു കൂട്ടർ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. എനിക്ക് പറയാനുള്ളത്, സാജി പറഞ്ഞു, അതെ, ഞാൻ ചായയുമായി കാണാൻ പോയിക്കോളാം. അവർ ഞാനാണെന്ന് കരുതിയിട്ട് എന്നെ ഇഷ്ടപ്പെടും. പിന്നെ കല്യാണത്തിൻ്റെ അന്ന് നമുക്ക് കുറച്ച് മേക്കപ്പൊക്കെ കൂടുതലിട്ട് ഇത്താത്താൻ അങ്ങ് പറഞ്ഞേക്കാം എന്ന് പറയുകയായിരുന്നു. ശരിക്കും ആ പിതാവ് ഞെട്ടി. ഇത്രക്കും വലിയ ചതി ചെയ്യണോ? ഇത്രക്കും വലിയ വഞ്ചന ചെയ്യണോ? എന്തൊക്കെയാണ് നീ പറയുന്നത്? അതെ, മോള് സാജിദയാണ് ഈ കാര്യം പറഞ്ഞത്. കാരണം അവളുടെ ജീവിതത്തിനും ഇതിന് തടസ്സമാണ്. കറുത്തവളായ മകൾ ഷക്കീലയുണ്ടാകുമ്പോൾ വെളുത്ത സാജിദക്ക്
അത് വളരെയധികം ദേഷ്യമുള്ളൊരു കാര്യമാണ്. എങ്ങനെയെങ്കിലും ഇത്താത്തെ ഇവിടുന്ന് പറഞ്ഞേക്കണം എന്നാണ് അവർ പറയുന്നത്. എന്താ ഇക്ക, ഞാൻ പിന്നെ എന്താ ചെയ്യുക? ഒടുവിൽ മനമില്ലാ മനസ്സോടുകൂടി ആ മാതാപിതാക്കൾ അത് സമ്മതിക്കുകയായിരുന്നു. സാജിദ പിറ്റേ ദിവസം, ഉമ്മ എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? അതെ, ഷക്കീലയോട് കാര്യങ്ങൾ ഒന്നും പറയണ്ട, തൽക്കാലം അവൾ അങ്ങനെ നിൽക്കട്ടെ. അവൾ അറിഞ്ഞാൽ അവൾ ഒരിക്കലും ചതിക്ക് കൂട്ടു നിൽക്കില്ല. എന്തൊക്കെ തന്നെയായാലും സാജിദയെ പെണ്ണ് കാണാൻ വരുന്നതെന്ന് പറഞ്ഞാൽ മതി, വേറൊന്നും വേണ്ട. എന്നാൽ വീട്ടിൽ ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. ഷക്കീല എന്താണെന്ന് അറിയുന്നില്ല. എന്താണ് ഇവിടെ നടക്കുന്നത്? ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെ പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. എന്താണ് ഏതാണെന്ന് അവളോട് ഒന്നും വ്യക്തമായിട്ട് പറയുന്നില്ല. പെണ്ണ് കാണാനാണ് എന്ന് മാത്രം പറഞ്ഞു. അവൾ കരുതി, അതെ, സാജിദയെ പെണ്ണ് കാണാൻ വരികയായിരിക്കും, ആയിക്കോട്ടെ, അവൾക്കെങ്കിലും ഒരു ജീവിതം ഉണ്ടാകട്ടെ. അതെ, കറുത്തവളായ ജ്യേഷ്ഠത്തിയായ ഞാൻ നിൽക്കുമ്പോൾ അനിയത്തി ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവളെങ്കിലും സുഖസുന്ദരമായി ജീവിക്കട്ടെ. അനിയത്തിയെക്കുറിച്ച് ഷക്കീല അങ്ങനെ വിചാരിച്ചു. പിറ്റേ ദിവസം അതാ പെണ്ണുകാണൽ നടക്കുകയാണ്. സുന്ദരനായ യുവാവാണ് പെണ്ണ് കാണാൻ വരുന്നത്. എന്നാൽ ബ്രോക്കർക്ക് അറിയാമായിരുന്നു ഇതൊക്കെ എങ്ങനെ നടക്കാനാ. ഇതൊന്നിപ്പോൾ ഈ സുന്ദരനായ യുവാവിനൊന്നും ആ കറുത്ത പെണ്ണിന് ഇഷ്ടപ്പെടൂല. എങ്ങനെ എന്നാലും കൊണ്ടുപോയി കാണിച്ചു കൊടുത്തോക്കാം, പറയാൻ പറ്റൂലല്ലോ. ചില ആളുകൾക്ക് കറുത്തതിനായിരിക്കും ഇഷ്ടം, ചിലർക്ക് വെളുത്തതായിരിക്കും ഇഷ്ടം. ആ എന്തായാലും വേണ്ടിയില്ല, നോക്കട്ടെ. അങ്ങനെ അതാ അന്നും ബ്രോക്കർ പെണ്ണ് കാണാൻ അതാ പുതുമണവാളനെയും കൊണ്ടുവന്നു. കൂടെ ഉമ്മയും പെങ്ങളുമുണ്ട്. അസ്സലാമു അലൈക്കും. ബ്രോക്കർ സലാം പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി. അതാ ഷക്കീലയുടെ ഉപ്പ സലാം മടക്കി. വഅലൈക്കും അസ്സലാം, കയറിയിരിക്കി. ആ കയറിയിരിക്കാം. എന്നാൽ സ്വകാര്യത്തോടെ അതാ ബ്രോക്കർ പറഞ്ഞു, അല്ല ഇന്നിപ്പോൾ വല്ലതും നടക്കുമെന്ന് എനിക്കൊരു ഉറപ്പൊന്നുമില്ല, എന്നാലും കുട്ടീനെ കാണിച്ചു കൊടുക്കാൻ ഞാൻ പറ്റൂലല്ലോ. ആ ബ്രോക്കറെ നിങ്ങളൊന്നും ഇങ്ങോട്ട് വന്നാണി. അങ്ങനെ അതാ ഉപ്പ ബ്രോക്കറെയും കൂട്ടി അതാ ആ വീടിൻ്റെ ഒരു ഭാഗത്തേക്ക് മാറി നിന്നു. അതായത് ഞമ്മക്കിപ്പോൾ നമ്മളെ വലിയോളെ ഇവിടെ നിർത്തിയിട്ട് രണ്ടാമത്തോളെ കെട്ടിച്ചാൻ പറ്റൂല. അപ്പോൾ ഞമ്മക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, മൂത്തോളെ കെട്ടിച്ച അഞ്ചത്തിനെ കാട്ടി കൊടുത്തുകാണ്ട് എന്തേ നിങ്ങളത് ഒന്നും പുറത്തൊന്നും പറയരുത്. ആ അതെൻ്റെ മനസ്സിലും തോന്നിയൊരു ഐഡിയ തന്നെയാണ്. എനിക്ക് കുറച്ച് കമ്മീഷൻ കുറച്ച് കൂടുതൽ കരുതിക്കോ. ഞാൻ പറയില്ല, നമുക്ക് നല്ല മട്ടത്തിൽ നടത്താം. ഇപ്പോഴത്തെ കാലത്ത് മേക്കപ്പും കാര്യങ്ങളും ബ്യൂട്ടി പാർലറും ഒക്കെ ഉള്ള എല്ലാ ആൾക്കാരെ പറ്റിച്ച എന്തൊക്കെ പരിപാടിയുണ്ട്. കല്യാണത്തിൻ്റെ അന്നും പിറ്റേന്നൊന്നും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പിന്നെ മേക്കപ്പൊക്കെ കണ്ട് പോയി കഴിഞ്ഞതിൻ്റെ ശേഷം ഉണ്ടാവുള്ളൂ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം. ആ അപ്പോഴത്തേനെ കണ്ട് പിടിച്ച് നിന്നോളേ. അല്ലാതെ ഇപ്പോൾ എന്താ കാട്ടുക? ആ പെണ്ണ് ഇവിടെ നിൽക്കുമ്പോൾ മറ്റവർക്കും കല്യാണം മാണ്ടിയതാണ്. അത് നല്ലൊരു ഇതാണ് ഇജ്ജ് പറഞ്ഞത്. ആ ഏതായാലും ആയിക്കോട്ടെ, എന്നാൽ പെണ്ണിനോട് വരാൻ പറയും. അങ്ങനെ അതാ അല്പസമയം കഴിഞ്ഞപ്പോൾ സാജിദ മനോഹരമായ മഞ്ഞ ചുരിദാറിൽ സുന്ദരിയായിട്ടുണ്ടായിരുന്നു. അവൾ ചായയുടെ ട്രേയുമായി അവരുടെ നേർക്ക് നടന്നു. അതെ, സുന്ദരനായ ഭർത്താവ് അവളെ കണ്ണിമ വെട്ടാതെ നോക്കി. അവൾ ചായ കൊടുത്തു. ശരിക്കും അവളുടെ സൗന്ദര്യത്തിൽ അവനങ്ങ് മതിമറന്നു പോയിരുന്നു. ഉമ്മക്കും പെങ്ങൾക്കും എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരി. എന്നാൽ അതാ ബ്രോക്കറും പറഞ്ഞു, ആ പെണ്ണ് നല്ല മൊഞ്ചത്തിയാണല്ലോ അല്ലേ? ഒന്നും അറിയാത്ത രീതിയിൽ അത് പറഞ്ഞു. ഒരു നിമിഷം അത് സാജിദയുടെ ഉപ്പയുടെ മനസ്സ് വല്ലാതെ വെമ്പുന്നുണ്ടായിരുന്നു. കാരണം അവർ ചെയ്യുന്നത് ചതിയാണെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ പെണ്ണുകാണൽ നടന്നു. എന്നാൽ അതെ, കുട്ടിയാൾക്ക് എന്തെങ്കിലും സംസാരിക്കാണ്ടെങ്കിൽ ഓലങ്ങോട്ട് ഉള്ളിക്കിരുന്നോട്ടെ, അതല്ല നല്ലത്. ബ്രോക്കറുടെ വാക്കുകൾ കേട്ട് അതാ പുതിയാപ്ലച്ചക്കൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ആ റൂമിലേക്ക് മാറി നിന്നു. എന്നാൽ അപ്പോഴേക്കും അതാ സാജിദ അങ്ങോട്ട് നാണം കുണുങ്ങിക്കൊണ്ട് വന്നു. അത് എനിക്കിഷ്ടമായി. നിനക്കോ? എനിക്കും. എന്താ പേര്? ഷക്കീല. ഓ ഷക്കീല, നല്ല പേര്. എൻ്റെ പേര് ഷെരീഫ്. ആ ഇഷ്ടമായോ? എന്നാൽ പെട്ടെന്ന് വിവാഹത്തിലേക്ക് കിടക്കാം അല്ലേ? അതെ, ഷെരീഫിന് വല്ലാത്ത സന്തോഷമായിരുന്നു ആ കാര്യത്തിൽ. അങ്ങനെ അവർ സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഒരു നിമിഷം സാജിദയുടെ മനസ്സിൽ വല്ലാത്തൊരു കടമ്പ കടന്നതുപോലെ തോന്നി. ഓ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്താത്തയാനെ അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കാം, എന്നിട്ട് എൻ്റെ കല്യാണം ബാക്കി ഇവിടെ ഉഷാറായിട്ട് നടത്തണം. ഹോ അങ്ങനെയെങ്കിലും ഇത്താത്തൊന്ന് കഴിച്ചിലായാൽ മതിയായിരുന്നു. എൻ്റെ അമ്മോ, അവൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു അഭിനയത്തിൽ അവൾ വിജയിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ സമയം അതാ അവൻ്റെ ഉമ്മയും പെങ്ങളും എല്ലാവരും
ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഷക്കീല, എന്നാൽ ഞങ്ങൾ പോയാലോ? അവർ ചായയും പലഹാരങ്ങളും എല്ലാം കഴിച്ചു പോകാൻ വേണ്ടി ഇറങ്ങി. എന്നാൽ ഷെരീഫിൻ്റെ മനസ്സിൽ ഷക്കീല മാത്രമായിരുന്നു. അത് ഷക്കീല എത്രമാത്രം സുന്ദരിയാണ് അവള്. അവളുടെ ആ ഒരു ദിവസത്തിന് വേണ്ടി അവൻ കാത്തിരുന്നു. എന്നായിരിക്കും അവളെ ഞാൻ കല്യാണം കഴിക്കുക എന്നുള്ളതിനെക്കുറിച്ച് അവൻ്റെ മനസ്സ് ഷക്കീലയെ കാണുവാൻ വേണ്ടി കൊതിച്ചു. പക്ഷേ ഒന്നും അറിയില്ലല്ലോ, ഇത് വലിയൊരു ചതിയാണ് തൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതെന്ന്. അങ്ങനെ അതാ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി തുടങ്ങി. ഷക്കീലയുടെ വീട്ടിലും വലിയ പന്തൽ ഉയർന്നു. ഷെരീഫിൻ്റെ വീട്ടിലും എല്ലാവരുടെയും വീട്ടിൽ സന്തോഷം. എന്നാൽ ഷക്കീലയുടെ ഉമ്മ കാര്യങ്ങൾ പറഞ്ഞു. മോളെ, പിന്നെ മോളുടെ കല്യാണമാണ് മറ്റന്നാൾ. ഉമ്മ, എൻ്റെയോ? അതെ മോളെ, നിന്നെ എല്ലാവരും കാണാൻ വന്ന് തിരിച്ചു പോകും. നീ കളറില്ലാത്തതിൻ്റെ പേരിൽ ആരും ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ആലോചിച്ച് വെച്ചു. ഉമ്മ, നിങ്ങൾ എന്തേ പറയുന്നത്? അതെ മോളെ, അന്ന് കാണാൻ വന്നില്ലേ? അതെ, സാജിദയെ കാണിച്ചു കൊടുത്തു. ഷക്കീല എന്ന പേരും പറഞ്ഞു. അതെ, ഇനി മണവാട്ടിയായി ഇറങ്ങേണ്ടത് മോളാണ്. ശരിക്കും ഉമ്മയുടെ വാക്കുകൾ കേട്ട ഷക്കീല ഞെട്ടുകയായിരുന്നു. ഉമ്മ, അത് ചതിയല്ലേ ഉമ്മ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? മോളെ, ദയവായി നീ ഒന്ന് പറഞ്ഞത് കേൾക്ക്. നിൻ്റെ അനിയത്തി അത്രക്കും ചൂടായിക്കൊണ്ടിരിക്കുകയാണ് നിൻ്റെ കല്യാണം ഒന്ന് നടന്ന് കാണാത്തതിലേ. അവൾ പറയാ അവൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ കാത്തു നിൽക്കണോ ഇനിയും എന്നാണ് പറയുന്നത്. അവളുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകുന്നൊക്കെയാണ് അവൾ പറയുന്നത്. അതുകൊണ്ട് മണവാളൻ്റെ മുമ്പിലേക്ക് മണവാട്ടിയായിട്ട് അവളാണ് ചെന്ന് പോയത്. അതുകൊണ്ട് അവൾ ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇനി മോളാണ് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടത്. മനസ്സിലായല്ലോ ഉമ്മ? അതെ, വിവാഹത്തിൻ്റെ ദിവസമൊക്കെ ഓക്കെ മോളെ. ഇഷ്ടം പോലെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇല്ലേ? അതൊക്കെയാണ് ചെയ്ത് കഴിഞ്ഞാൽ ആരറിയാനാ? എന്നാൽ അവൾക്ക് ഭയം തോന്നി. റബ്ബേ, ഞാൻ ആ മണിയറയിലേക്ക് കടന്നു കഴിഞ്ഞാൽ, എൻ്റെ മേക്കപ്പ് എല്ലാം കഴുകി കളഞ്ഞാൽ എൻ്റെ തനി രൂപം പുറത്തു വരും. ആ നിമിഷം അവനത് കാണുമ്പോൾ അത് എങ്ങനെ എന്നെ ഉൾക്കൊള്ളാനാവും? ഒരിക്കൽ പോലും റബ്ബേ, ഞാൻ ഈ ചതിക്ക് കൂട്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല. അപ്പോഴേക്കും ഉപ്പയും വന്നു. മോളെ, ദയവായി, അല്ലാതെ വഴിയില്ല. നീ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഇറങ്ങിക്കിട്ടിയാൽ ഞങ്ങൾക്കും സമാധാനമുള്ളതും. എന്താ മോളെ നീ ഇങ്ങനെ? എന്നാൽ സാജിദ അപ്പോഴേക്കും അങ്ങോട്ട് വന്നു. ഇത്താത്ത, ഇനിയും എന്തിനാ എന്നെ ഇങ്ങനെ ഇത്രമാത്രം നിങ്ങൾ വിഷമിപ്പിക്കുന്നത്? നിങ്ങൾക്കൊന്ന് കല്യാണം കഴിച്ചങ്ങ് പോയിക്കൂടെ? കാര്യങ്ങളൊക്കെ ശരിയായിക്കണേ. ദയവായി ഇനി ഇതിന് എതിരെ പറയരുത്. മനസ്സിലായല്ലോ? ഞാനും ഒരു പെണ്ണാണ്, എനിക്കുണ്ട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും. അത് നിങ്ങൾ മറക്കരുത്. എന്നാൽ സ്വന്തം അനിയത്തിയുടെ ആ വാക്കുകൾ കേട്ട ഷക്കീല വിതുമ്പുകയായിരുന്നു. ഇത് ചതിയല്ലേ മോളെ? നീ എന്തേ പറയുന്നത്? ചതിയായാലും എന്തായാലും കുഴപ്പമില്ല. ഇത്താത്ത രക്ഷപ്പെടുമല്ലോ ഇവിടുന്ന്. നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയാൽ മാത്രമേ എൻ്റെ കല്യാണം നടക്കുള്ളൂ. ഇനി ഇത് ദയവായി നിങ്ങൾ ഇല്ലാതാക്കരുത്. ദയവായി ഒന്ന് സഹകരിക്കണം. അനിയത്തി സാജിദയുടെ വാക്കുകൾ കേട്ടപ്പോൾ അതാ അവൾ ഒരു നിമിഷം ഓർത്തു. റബ്ബേ, ചതിക്കുകയാണല്ലോ. ഈ ചതി പുറത്തു വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. 1-2 ദിവസം തിരക്കേണ്ടാവില്ല. ശരിക്കും തൻ്റെ ഭർത്താവുമായി ഞാൻ ഇടപഴകുമ്പോൾ അദ്ദേഹത്തിന് അറിയാമല്ലോ ഇത് കാര്യങ്ങളെല്ലാം. എന്തിനാ റബ്ബേ, എന്നെക്കൊണ്ട് കഴിയുന്നില്ല. എന്നാൽ സാജിദയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് തോന്നി, അതെ, ഈ വീട്ടിൽ നിൽക്കുന്നതിനേക്കാളും ഭേദം അതുതന്നെയായിരിക്കും. ഉപ്പയും പറഞ്ഞു, മോളെ, ഇതിൽ നിന്ന് നീ എതിരെ പ്രവർത്തിക്കരുത്. ഇതിൽ നിന്ന് നീ പിന്മാറരുത്. നീ പൊയ്ക്കോണം. ഇത് ദയവായി ഒന്നും മനസ്സിനൊരു സമാധാനം തരുമോ നീയേ? ശരിക്കും അതെ, ഉമ്മയും ഉപ്പയും അനിയത്തിയും തന്നെ മറ്റൊരു രീതിയിലാണ് കാണുന്നത്. താൻ ഇതിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ അവർക്കെല്ലാവർക്കും തന്നോട് ദേഷ്യമാകും എന്ന് കരുതി ഷക്കീല മൗനം പാലിച്ചു. അങ്ങനെയതാ വിവാഹത്തിൻ്റെ ദിവസം വന്നെത്തി. അവരുടെ ആ വലിയ വീട്ടിൽ വലിയ പന്തലുകൾ ഉയർന്നു. മണവാട്ടിയെ എല്ലാവരും മാറ്റിയൊരുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് പിതാവ് നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ തന്നെ ഒരുപാട് ക്യാഷ് കൊടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം എല്ലാവർക്കും മേക്കപ്പ് ഇടുന്ന പോലെയല്ല, കറുത്ത നിറമുള്ള ഷക്കീലയെ വെളുത്തവളാക്കി മാറ്റണം. അതിനുവേണ്ടി എത്ര ക്യാഷ് വന്നാലും വേണ്ടില്ല. അങ്ങനെ അതാ ഒരുപാട് ക്യാഷ് കൊടുത്ത് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നു. എല്ലാവരെക്കാളും കൂടുതലായിട്ട് അവളുടെ മുഖത്ത് മേക്കപ്പ് അവർ വാരിപ്പൊത്തി. ഷക്കീലയുടെ കറുപ്പ് നിറം പതുക്കെ പതുക്കെ മാഞ്ഞു വന്നു. അതെ, അവളിപ്പോൾ വെളുത്തൊരു സുന്ദരിയായി മാറിക്കഴിഞ്ഞു. കൈകാലുകളിലും ഒക്കെ അതുപോലെ മേക്കപ്പ് ചെയ്തു. ഇപ്പോൾ കണ്ടാൽ ശരിക്കും നല്ലൊരു സുന്ദരി പെണ്ണായിരിക്കുന്നു. പിന്നെ മോളെ, തലക്ക് മുകളിലൂടെ ഈ ഒരു നെറ്റ് ഇടുമ്പോഴേ
ഇതെപ്പോഴും അവിടെ നിന്നോട്ടെ മുഖത്തിൻ്റെ ഭാഗത്ത്, അതെപ്പോഴും പൊക്കി നടക്കണ്ട. കല്യാണ ദിവസം അങ്ങനെ ഇടുവാൻ വേണ്ടിയിട്ടായിരുന്നു അവരൊക്കെ പറഞ്ഞത്. അങ്ങനെ അതാ അവൾ മണവാട്ടിയായി ഒരുങ്ങി. വീട്ടിലേക്ക് ആളുകളെല്ലാം എത്തിത്തുടങ്ങി. ഒരുപാട് ആളുകൾ മണവാട്ടിയെ കണ്ട് സന്തോഷിച്ചു. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഭർത്താവ് വരുന്നു. അതാ പുതിയാപ്ല ചെക്കൻ വരുന്നു നിക്കാഹ് കർമ്മത്തിന് വേണ്ടി. അങ്ങനെ അതാ ഷക്കീലയുടെ പിതാവ് നിക്കാഹ് കർമ്മത്തിലേക്ക് കടന്നു. ഷക്കീല എന്ന എൻ്റെ മകളെ ഷെരീഫ് എന്ന നിനക്ക് വേണ്ടി ഞാൻ നിക്കാഹ് ചെയ്ത് തരുന്നു എന്ന് പറഞ്ഞിട്ട് അതാ നിക്കാഹ് ചെയ്തു കൊടുത്തു. അവരതിൽ സൈൻ ചെയ്യുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അതാ മഹർമാല അണിയിക്കുവാൻ വേണ്ടിയിട്ട് ഷെരീഫ് റൂമിലേക്ക് വരുന്നു. ഉമ്മയുടെയും ഉപ്പയുടെയും അനിയത്തിയുടെയും നിർദ്ദേശപ്രകാരം മുഖത്ത് നിന്ന് ആ നെറ്റ് മാറ്റരുത് എന്നതായിരുന്നു അവളുടെ നിർദ്ദേശം. എന്നാൽ അതാ പുതുമണവാളൻ മഹർ അണിയിക്കുവാൻ വേണ്ടി വന്നു. അവൾ തല താഴ്ത്തി നിന്നു. ശരിക്കും തന്നെ കണ്ടാൽ മനസ്സിലാകും, നീ എത്രയൊക്കെ തന്നെ മേക്കപ്പ് ചെയ്താലും തൻ്റെ അനിയത്തിയെയാണ് ഷെരീഫ് പെണ്ണ് കാണാൻ വന്നത്, അല്ലാതെ ഒരിക്കൽ പോലും എന്നെയല്ല. അവൾക്ക് മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭയം തോന്നി. എങ്കിലും തല താഴ്ത്തി നിന്നു. മഹർമാല അണിയിച്ചു. എല്ലാവരും സന്തോഷത്തോടു കൂടി ആ കാഴ്ച കണ്ടു. അങ്ങനെ നിക്കാഹ് കർമ്മം കഴിഞ്ഞു. എല്ലാവരും ഭക്ഷണമെല്ലാം കഴിച്ച് വീട്ടിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പാണ് തുടങ്ങുന്നത്. പുതുമണവാട്ടിയായി അവളതാ അവിടെ നിന്ന് ഇറങ്ങുന്നു. എന്നാൽ സാജിദക്ക് സമാധാനമായി. എന്തായാലും ഇറങ്ങിക്കിട്ടിയല്ലോ, ഇനി സമാധാനമായി. ഉമ്മയും ഉപ്പയും അത് നോക്കി നിന്നു. മകളുടെ ആ ഒരു അവസ്ഥയിൽ അവർക്ക് ചെറിയ വിഷമമുണ്ടായിരുന്നു. എങ്കിലും മറ്റേ മകളുടെ അവസ്ഥ കൂടി ആലോചിച്ചപ്പോൾ അവൾ പറഞ്ഞ ഐഡിയ ആയിരുന്നു ഇത്. അതിനനുസരിച്ച് അല്ലാതെ ഒരിക്കൽ പോലും ഷക്കീലയുടെ വിവാഹം നടക്കില്ല എന്നവർക്ക് ഉറപ്പായിരുന്നു. മണവാട്ടിയുടെ മേക്കപ്പ് അത് ഒരിക്കൽ പോലും അവൾ കറുത്തതാണെന്ന് അറിയുന്നേ ഇല്ലായിരുന്നു. അങ്ങനെ മണവാളൻ്റെ വീട്ടിലെത്തി. എല്ലാവരും അവളെ കാണുവാൻ വേണ്ടി ചുറ്റും കൂടി. നാണത്താൽ അവൾ തല താഴ്ത്തിയിരുന്നു. അന്ന് രാത്രി, ആദ്യ രാത്രി മണിയറയിലേക്ക് അവൾ പ്രവേശിച്ചു. എന്നാൽ ചെറിയൊരു മൂളിപ്പാട്ടും പാടിക്കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഷെരീഫ് അതാ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ മണിയറയിലേക്ക് വരുന്നു. നേരെ അതാ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ മണിയറയിൽ തല താഴ്ത്തി നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണ് അവൻ കണ്ടത്. ഷക്കീല, ഷക്കീല. അവൾ പതുക്കെ മൂളി. എന്താടി ഇത്രയധികം നാണം? ഷക്കീല, ഷക്കീല, എന്താ ഇത്രയധികം നാണെന്താ പെണ്ണെ? എൻ്റെ മുഖത്തേക്ക് നോക്ക്. അവനതാ പതുക്കെ അവളുടെ ആ തലയിൽ തൂങ്ങിക്കിടക്കുന്ന ആ നെറ്റ് പതുക്കെ അവളുടെ തലയുടെ പിറകിലോട്ടാക്കി. ഷക്കീല, എൻ്റെ മുഖത്തേക്ക് നോക്ക്. അവൻ അവളുടെ താടിയിൽ പിടിച്ചുകൊണ്ട് അവളുടെ മുഖം ഉയർത്തി. ഒരു നിമിഷം അവളുടെ മുഖം കണ്ട അവൻ, ഷക്കീല, ഇത് ഷക്കീല തന്നെയല്ലേ? ആള് മാറിപ്പോയോ? നീ ആരാ? അതെ, ഞാൻ നിന്നെയല്ലല്ലോ പെണ്ണ് കാണാൻ വന്നത്. അവളുടെ മുഖഷേപ്പ് കണ്ടപ്പോഴേ അവൻക്ക് കാര്യങ്ങൾ പിടികിട്ടി. അതെ, മേക്കപ്പിൽ ഒരുങ്ങി കുളിച്ചാണെങ്കിലും മുഖഷേപ്പിൽ മാറ്റം അത് ഉണ്ടായിരുന്നില്ല. അവൻ ആഗ്രഹിച്ചത് സാജിദയായിരുന്നു. എന്നാൽ സത്യം പറ, നിങ്ങളെല്ലാവരും തന്നെ ചതിച്ചോ? ഞാൻ നിന്നെയല്ലല്ലോ കാണാൻ വന്നത്. ഭർത്താവിൻ്റെ വാക്കുകൾ കേട്ട് അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവസ്ഥ. അവൾ പഠിച്ചോനെ, അവൾ ആകെ പേടിച്ചു. എന്നാൽ അവൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അല്ല, ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ട് ഈ ചതിക്ക് കൂട്ടു നിൽക്കില്ല ഞാനെന്നുള്ളത്. പക്ഷേ വീട്ടുകാർക്ക് ഞാനൊരു ഭാരമായപ്പോൾ അവരതിനു വേണ്ടി നിർബന്ധിക്കുകയായിരുന്നു. എന്നാൽ അതാ വൻ ശബ്ദത്തോടെ അവൻ വാതിൽ വലിച്ചു തുറന്നുകൊണ്ട് നേരെ അതാ കോണിപ്പടികൾ ഇറങ്ങി താഴോട്ട് ഇറങ്ങി ചെല്ലുന്നു. ഏയ് ഉമ്മ, ഉപ്പ, എന്താ നിങ്ങളൊക്കെ? എവിടെ നിങ്ങൾ? എന്താടാ മണിയറയിലേക്ക് പോയ മോൻ തിരിച്ചു വരുന്നത് കണ്ടിട്ട് അവരല്ലേ എന്ത് പറ്റി? അവർ വിചാരിച്ചു മണവാട്ടിക്ക് എന്തെങ്കിലും പറ്റിപ്പോയെന്നുള്ളത്. എന്താ നിങ്ങളൊക്കെ എന്നെ ചതിക്കുകയായിരുന്നോ? എന്താ മോനെ നീ പറയുന്നത്? ഞാൻ അന്ന് കാണാൻ പോയ പെണ്ണല്ല എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ റൂമിലേക്ക് കയറി വന്നിട്ടുള്ളത്. ശരിക്കും ഉമ്മയും പെങ്ങളുമെല്ലാം ഓടിയെത്തി. പഠിച്ചോനെ, ശരി തന്നെ ആണല്ലോ ഇത്. ഇത്രക്കൊരു കറമ്പി പെണ്ണായിരുന്നോ ഇത്? അപ്പോൾ മേക്കപ്പൊക്കെ കഴുകിയപ്പോഴേക്കും അവളുടെ എന്തപ്പോ? പറയടി, സത്യം പറ. നിന്നെയാണോ എൻ്റെ മോൻ കാണാൻ വന്നത്? ഒരു നിമിഷം ആ ഉമ്മ പറയുന്നത് കേട്ട് അവൾ കരയുകയായിരുന്നു.
ഓ പിന്നെ എന്താന്നില്ലേ, നിങ്ങൾ ചതിക്കായിരുന്നില്ലേ ഞങ്ങളെ? എന്നാൽ ആ നിമിഷം തന്നെ അതാ ഷെരീഫ് അവളുടെ പിതാവിനെ വിളിക്കുന്നു, ആ രാത്രിക്ക് രാത്രി. ഹലോ, നിങ്ങൾ എന്ത് നമ്മളെ പറ്റിച്ചതാണോ? എന്താ മോനെ? മോനെ, അതെ, നിങ്ങൾ എന്താ ചെയ്തത്? ഞാൻ കാണാൻ വന്ന പെണ്ണല്ലല്ലോ ഇത്. ഇത് ഏതാണ് പെണ്ണ്? എനിക്ക് അറിയുക പോലുമില്ല. ആ അതെ, അതാണ് ഷക്കീല. നീ ഷക്കീലയെയാണ് വിവാഹം കഴിച്ചത്. അതെ, നിക്കാഹിൻ്റെ കടലാസിലും എല്ലാത്തിനും നിയമപരമായൊക്കെ ഷക്കീലയെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരുന്നു എന്നുള്ള രേഖയാണ്. ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തന്നത് ഷക്കീലയെ തന്നെയാണ്. അതുകൊണ്ട് നിയമപരമായി അവൾ നിന്റെ ഭാര്യ തന്നെയാണ്. ശരിക്കും അവൻ തിരിച്ചറിഞ്ഞു. ഓഹോ, അപ്പോൾ അതെ, സാജിദ എൻ്റെ ചെറിയ മോളാണ്, ഷക്കീല നിന്റെ ഭാര്യയും. നീ കണ്ടത് അന്ന് സാജിദയെ. ഉപ്പായുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കും അവന് ഭ്രാന്താണ് വന്നത്. ഉമ്മ ചതിക്കുകയായിരുന്നു നമ്മളെ. ഇത്രക്കും വലിയൊരു ചതി നമ്മോട് വേണ്ടില്ലായിരുന്നു ഇവർക്ക്. ഛേ, ഇവർ എന്തൊരു ചതിയാണ് നമ്മളോട് ചെയ്തത്. ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? എന്നാൽ ഉമ്മ പറഞ്ഞു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിയമപരമായി ഇവൾ നിന്റെ ഭാര്യയാണ്. അതുകൊണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അല്ല അപ്പം എന്താ ചെയ്യണേ? ഉമ്മ, ഞാൻ കേസ് കൊടുക്കും. എന്തായാലും നിയമപരമായി ഷക്കീലയെ തന്നെയാണല്ലോ നീ വിവാഹം കഴിച്ചത്. അതുകൊണ്ട് ഇനി അതിൽ കേസ് കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിനക്ക് വലിയ നഷ്ടപരിഹാരം കൊടുക്കുക എന്നല്ലാതെ വേറൊന്നും കാര്യമില്ല. ഉമ്മ അത് പറഞ്ഞു. എന്നാൽ അവൻക്ക് ഭ്രാന്താവുകയാണ് അന്നുണ്ടായത്. ഛേ, നീ എൻ്റെ റൂമിൽ കിടക്കണ്ട, താഴെ ആ ഇരുട്ടുമുറിയിലെങ്ങാനും അവിടെ പോയി കിടന്നോ. അവനതാ ഭാര്യയെ അവിടുന്ന് തള്ളി മാറ്റുവാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ അതാ അവളെ ആ മണിയറയിൽ നിന്നും പുറത്താക്കപ്പെട്ടു. പാവം, അവളെ ഇരുട്ടുള്ള സ്റ്റോർ റൂമിലേക്ക് അവർ ഉന്തി പറഞ്ഞയച്ചു. അതെ, ഇങ്ങനെ ചതിക്കാൻ പാടില്ല മുട്ട മോളെ. ഇത് വല്ലാത്തൊരു ചതിയായി. അനിയത്തിയെ കാണിച്ച് ജ്യേഷ്ഠത്തിയെ കെട്ടിച്ചു അല്ലേ? ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോൾ ഇവിടെ വേലക്കാരിയായി അങ്ങ് തുടർന്നോ, അല്ല അപ്പം എന്താ ചെയ്യുക? എൻ്റെ ബാപ്പ പറഞ്ഞില്ലേ നിയമപരമായിട്ട് അവൻ്റെ ഭാര്യ അവൾ തന്നെയാണെന്നുള്ളത്. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വല്ലാത്തൊരു ചതിയായിപ്പോയി എൻ്റെ മോന് പറ്റിയത്. അവർക്ക് എന്തെന്നില്ലാത്ത വിഷമം അനുഭവിച്ചു അവർ. എന്നാൽ അന്നു മുതൽ അതാ അവളെ അവിടുത്തെ അടുക്കളയിലേക്ക് തള്ളിവിടുകയായിരുന്നു. ഈ അടുക്കളയിലെ മുഴുവൻ ജോലികളും കാര്യങ്ങളെല്ലാം നീ ഒറ്റയ്ക്ക് ചെയ്യണം. പാത്രം കഴുകലും മുറ്റം അടിച്ചു വാരലും അകമെല്ലാം അടിച്ചു വാരി തുടക്കലും അതൊക്കെ നിനക്കുള്ളതാണ്. പിന്നെ ബാപ്പയെ വിളിച്ച് പോയിക്കോണം നാളെ തന്നെ ഇവിടുന്ന്. ശരിക്കും ഭർത്താവിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ അവൾ ഒരു നിമിഷം പകച്ചുപോയി. റബ്ബേ, ഞാൻ എങ്ങോട്ട് പോകും? ആ വീട്ടിൽ നിന്ന് അവരെല്ലാവരും എന്നെ പുറത്താക്കിയതാണ്. ഇവിടുന്നും എന്നെ പുറത്താക്കുന്നു. ഞാൻ എങ്ങോട്ട് ഇനി പോവുക? എനിക്കറിയുന്നില്ലല്ലോ. എന്നാൽ ഉമ്മ പറഞ്ഞു, അതെ, അവളോളെ ബാപ്പ വന്ന് കൊണ്ടോട്ടെ, അല്ലാതെ നമ്മൾ കൊണ്ടാക്കി കൊടുക്കല്ലേ വേണ്ടത്. അതുവരെ അവളിവിടെ പണിക്കാരിയായി കഴിയട്ടെ. അങ്ങനെയതാ അന്നു മുതൽ ആ സ്റ്റോർ റൂമിൻ്റെ ഇരുട്ടുള്ള ആ ഒരു ഭാഗത്ത് അവൾ കിടന്നു. അതെ, ജീവിതത്തിൽ തനിക്കൊരിക്കലും ദാമ്പത്യ ജീവിതം ഉണ്ടാകുമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ ദാമ്പത്യ ജീവിതം ഉണ്ടായി, അതിങ്ങനെയായി തീരുകയും ചെയ്തു. എന്താ റബ്ബേ ഞാൻ ചെയ്യാ? ആ വീട്ടിലെ മുഴുവൻ ആളുകളുടെയും വസ്ത്രവും ബ്ലാങ്കറ്റും എല്ലാം അവളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടു. നന്നായി അലക്കിയെടുത്ത് കൊണ്ടുപോവാ. ഒരുപാട് പാത്രങ്ങൾ അവളുടെ മുമ്പിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അതെ, അകത്ത് അവർ വീണ്ടും വീണ്ടും വെള്ളവും കസറുകളുമാക്കി അവളെ കൊണ്ട് അടിച്ചു വാരിപ്പിച്ചു. ചുരുക്കി പറഞ്ഞാൽ അവൾക്ക് പണിയോട് പണി. ആ വീട്ടിലെ വേലക്കാരിയായിട്ടാണ് അവളിപ്പോൾ തുടരുന്നത്. അവൾ വിചാരിച്ചു, എന്തായാലും വേണ്ടിയില്ല, ഞാനിവിടെ വേലക്കാരിയായി നിന്നോളാം എന്നുള്ളായിരുന്നു അവളുടെ ചിന്തകൾ. കാരണം സ്വന്തം വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അനിയത്തിയുടെ ആ ഒരു ക്രൂര പെരുമാറ്റം, സ്വഭാവം എല്ലാം കൂടി കാണുമ്പോൾ നെഞ്ചു പൊട്ടിപ്പോകും. അതിനേക്കാൾ നല്ലത് ഇവരുടെ ഈ ഒരു ആട്ടിലും തുപ്പും കേട്ടിട്ടാണെങ്കിലും ഇവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നതാണെന്ന് അവൾക്ക് തോന്നി. പലപ്പോഴും അതാ അവളുടെ മുന്നിലൂടെ ഷെരീഫ് കടന്നു വന്നു. എന്നാൽ അവളുടെ ആ മുഖം, ആ കറുത്ത മുഖം കാണുമ്പോൾ അവൻ തല വെട്ടിക്കും. ഛേ, ഇവളുടെ കാണുമ്പോൾ തന്നെ മനുഷ്യന് ദേഷ്യമാണ്, ഛർദ്ദിക്കാൻ വരും മുഖം കണ്ടാൽ. എന്തൊരു മോശം മുഖമാണിത്. ഛേ, കളറ് ആകെ ഒരു കറുമ്പി എന്നൊക്കെ പറഞ്ഞ് അവൻ പല രീതിയിലും അവളെ അതാ കളിയാക്കലുകൾ നടത്തിയിരുന്നു. അങ്ങനെ അതാ അവൾ എല്ലാം സഹിച്ചും കേട്ടും നിസ്കാരപ്പായയിൽ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കും. റബ്ബേ, എൻ്റെ വീട്ടിലേക്ക് പോകാൻ എനിക്ക് അതിനുള്ള ധൈര്യമില്ല. കാരണം അത്രയൊക്കെ പറഞ്ഞിട്ടും എൻ്റെ ഉപ്പ ഒന്ന് വന്ന് നോക്കുക പോലും ചെയ്തില്ലല്ലോ. റബ്ബേ, നിയമപരമായി അവൻ്റെ ഭാര്യ തന്നെയാണെന്ന് പറഞ്ഞ് വെച്ചേക്കാണ്.
എന്നാലും ഉപ്പയും ഉമ്മയും അനിയത്തിയൊക്കെ ഞാൻ അവർക്കൊരു ഭാരമായിരിക്കും. അതുകൊണ്ടായിരിക്കും എന്നെ ഇങ്ങോട്ട് തള്ളിവിട്ടത്. സാരമില്ല, ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്ത് ജീവിക്കുക തന്നെ. അതിനിടയിൽ അവൻ്റെ പെങ്ങന്മാരും വന്ന് പലതും പറയും. എന്നാൽ ഇത്രയും വലിയ ചതി വേണ്ടില്ലായിരുന്നു. എന്നാൽ ഉമ്മ പറയും, എന്നാലും ഇപ്പം എന്താ, നല്ലൊരു ജോലിക്കാരനെ കിട്ടിയേക്കണ്. ജോലിക്ക് യാതൊരു കുറവുമില്ല, നല്ല വെടുപ്പിലും വൃത്തിയിലും അവൾ ജോലി ചെയ്യുന്നുണ്ട്. ഈ വീട് പോലെ ആവുന്നുണ്ട്. ഉമ്മ പറഞ്ഞു. പെങ്ങന്മാർക്ക് പൊതുവെ ജോലിയെടുക്കാനൊക്കെ മടിയാണ്. എന്നാൽ ഈ മരുമകൾ വന്നതോടുകൂടെ വീടും പരിസരവും നല്ലോണം നന്നാകുന്നുണ്ട്. അതുമാത്രമല്ല, എല്ലാവർക്കുമുള്ള ചായയും പലഹാരങ്ങളും എല്ലാം ഉണ്ടാക്കി വെക്കും. അത് തൻ്റെ ഭർത്താവ് ഷെരീഫ്, എന്തൊക്കെ തന്നെയാലും നിയമപരമായ ഭർത്താവ് തന്നെയാണല്ലോ. അദ്ദേഹം വരുമ്പോഴേക്കും അദ്ദേഹത്തിനുള്ള ചായയും വെള്ളവും എല്ലാം അവൾ റെഡിയാക്കി വെക്കുമായിരുന്നു. ഒരു ദിവസം അതാ ചായയുമായി അവൻ്റെ മുമ്പിലേക്ക് അവൾ വന്നു. അവൻ ഓഫീസിലേക്ക് പോകുവാനുള്ള തിരക്കിലായിരുന്നു. ഇത് ചായ. എന്നാൽ അവൻ ആ ചായ ഗ്ലാസ് വാങ്ങി. ആരാടി എനിക്ക് ചായ കൊണ്ടുവരാൻ നിന്നോട് പറഞ്ഞു? ഞാൻ നിൻ്റെ ആരാ എന്നും പറഞ്ഞിട്ട് അവൻ ആ ചായ ഗ്ലാസ് നിലത്തേക്കിട്ട് എറിഞ്ഞ് പൊട്ടിച്ചു. ശരിക്കും അവളുടെ നെഞ്ച് പിളരുന്ന പോലെയായിരുന്നു അത്. എന്നാൽ അവൾ ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ ആ കുപ്പിച്ചില്ലുകളെല്ലാം പെറുക്കിയെടുത്തു. ആ പാൽ ചായ, നല്ല കട്ടിയുള്ള കൊഴുത്ത ആ ചായ നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കി അവൾ എടുത്തു. എന്നാൽ അതൊന്നും അവൾക്കൊരു പരാതിയും പരിഭവമായി തോന്നിയില്ല. സാരമില്ല, എൻ്റെ വിധി ഇങ്ങനെയായിരിക്കും, എന്നാലും വേണ്ടിയില്ല. അവൾ അവിടെ തന്നെ പിടിച്ചു നിന്നു. അങ്ങനെ അതാ ഒരു ദിവസം ഉമ്മ കട്ടിലിൽ കിടക്കുകയായിരുന്നു. പെട്ടെന്നൊരു ശബ്ദം കേട്ട് എല്ലാവരും ഞെട്ടി. എന്താണ് ഒരു ശബ്ദം കേട്ടത്? അതെ, മറ്റൊന്നും ആയിരുന്നില്ല. ഉമ്മക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു. ഉമ്മയുടെ കൈകാലുകൾ വിറക്കുന്നു. എല്ലാവരും കൂടെ അതാ ഉമ്മയെ താങ്ങി പിടിച്ച് കാറിലേക്ക് വെച്ചു. എന്നാൽ കൂടെ അതാ പാവം ഷക്കീലയും ഓടിച്ചെന്നു. എല്ലാവരും കാറിലേക്ക് കയറി. ഷക്കീലയും കയറാൻ നിന്നപ്പോൾ ഷെരീഫ് പറഞ്ഞു, എങ്ങോട്ടാ? വേലക്കാർത്തികളൊന്നും എൻ്റെ വണ്ടി കയറണ്ട, മനസ്സിലായല്ലോ? അത് കേട്ടതും അവൾ അതിൽ നിന്ന് പിന്മാറി. അവൾക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. സാരല്ല, എന്നാൽ ഉമ്മ രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. അതായിരുന്നു അവളുടെ ചിന്ത. അങ്ങനെ അതാ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. അതെ, ഡോക്ടർ പറഞ്ഞു ഉമ്മക്ക് സ്ട്രോക്ക് വന്നാണ്, ഒരു ഭാഗം തളർന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉമ്മയെ നല്ല രീതിയിൽ പരിചരിക്കണം, മനസ്സിലായല്ലോ? ഓക്കെ. സ്ട്രോക്ക് വന്നെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു വിഷമമായി. കാര്യം മറ്റൊന്നുമല്ല, ഉമ്മയുടെ കാര്യവുമായിട്ട് അങ്ങനെ നടന്നിരുന്നു. ഇപ്പോഴിത് ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം എല്ലാ കാര്യങ്ങളും. അങ്ങനെ അതാ ഹോസ്പിറ്റലിൽ 2 ദിവസം നഴ്സുമാരുടെ സേവനത്തിലും ഒക്കെയായിട്ട് അവിടെ കഴിഞ്ഞു. ഇനി നല്ല രീതിയിൽ ഉമ്മയെ നോക്കണം കേട്ടോ. കാരണം ഒരു ഭാഗത്തിൻ്റെ ശരീരത്തിൻ്റെ ചലനശേഷി തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അതാ വീട്ടിലേക്ക് ഡിസ്ചാർജ് ആക്കി കൊണ്ടുവന്നു. 2 പെങ്ങന്മാരും ഉമ്മയുടെ അരികിൽ തന്നെയാണ്. ഉമ്മ, ഇനി എന്തെങ്കിലും വല്ലാത്തൊരു പ്രശ്നമായി പോയി ഉമ്മ. ഇത് നിങ്ങൾക്കിപ്പോൾ സ്ട്രോക്ക് വന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടനല്ലേ നിങ്ങളങ്ങനെ നോക്കുകയെന്ന് വെച്ചാൽ ഒരിക്കൽ പോലും ഇത് നടക്കുന്ന കാര്യമല്ല. ഞങ്ങൾ ഫാമിലിയായിട്ട് നിൽക്കുന്നതല്ലേ. എന്നാൽ ഉമ്മയുടെ സംസാരത്തിൽ വരെ വലിയ മാറ്റമുണ്ടായിരുന്നു. ഉമ്മയുടെ സ്വഭാവത്തിൽ തന്നെ നല്ല മാറ്റമുണ്ടായിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും അവർ അവിടെ ഉമ്മയെ നോക്കാൻ തയ്യാറായില്ല. 2 പെങ്ങന്മാരും പറയുകയാണ്, ഞങ്ങൾ പോവാണ്, ഇവിടെ ഇപ്പം ഉമ്മാനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കുമോ? 2 പെങ്ങന്മാരും ഉമ്മയെ ഉപേക്ഷിച്ച് പോയി. എന്നാൽ ഈ സമയത്ത് അതാ നമ്മുടെ ഷക്കീല ഉമ്മയുടെ അരികിലെത്തി. ഉമ്മയ്ക്ക് വേണ്ടി ഓരോന്ന് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. അതെ, ഉമ്മയുടെ മലമൂത്ര വിസർജനങ്ങളെല്ലാം നന്നാക്കണം, ഡ്രസ്സ് മാറ്റി കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. അങ്ങനെ ഒരുപാട് കിടന്ന കിടപ്പിൽ ആയ രോഗിയായതുകൊണ്ട് ഉമ്മയെ പരിപാലിക്കാൻ ഒരു ഹോം നഴ്സിനെ വെച്ചാലും കഴിയില്ല എന്നവർക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതാ പാവം ഷക്കീലയാണ് ഉമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. പെങ്ങന്മാരെല്ലാം ഉപേക്ഷിച്ച് പോയി. ഈ കുഴഞ്ഞ ഉമ്മയെ നോക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല എന്ന് കരുതി. എന്നാൽ ഷെരീഫ് ദുഃഖത്തിലായിരുന്നു. ഉമ്മാക്ക് ഈ ഒരു അവസ്ഥ വന്നപ്പോൾ ആരും നോക്കാനില്ലാത്ത അവസ്ഥ. എന്നാലും ഷെരീഫ് ഇടക്കത് കാണുന്നുണ്ട്. അതെ, തൻ്റെ ഭാര്യ എന്ന പേരുള്ള ഷക്കീല ഉമ്മയെ നോക്കുന്നുണ്ട്, ഉമ്മയുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം അതാ അവൻ ആ റൂമിലേക്ക് വന്നപ്പോൾ ശരിക്കും ഉമ്മയെ ഡ്രസ്സ് മാറ്റുന്ന ആ ഒരു രംഗമാണ് അവൻ കണ്ടത്. പാവം ഉമ്മ മലമൂത്ര വിസർജനം ചെയ്തതെല്ലാം ഒഴിവാക്കി ഉമ്മയെ നല്ല ഇളം ചുടുവെള്ളത്തിൽ ഒപ്പി തുടച്ച് വൃത്തിയാക്കി അങ്ങനെ ഡ്രസ്സെല്ലാം അണിയിച്ചു കൊടുക്കുന്ന ആ ഒരു രംഗം കണ്ടപ്പോൾ ഒരു നിമിഷം അവൻ ഞെട്ടിപ്പോയി. ഷെരീഫ്
അതെ, അവനക്കത് വിശ്വസിക്കാൻ കഴിയുന്നതിലപ്പുറമായിരുന്നു. ഷക്കീല, അവൾ ഇതൊക്കെ ചെയ്യേ? സത്യത്തിൽ ഞാൻ എന്താണ് ഈ കാണുന്നത്? അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കുവാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. പക്ഷേ ഉമ്മയുടെ ഈ ഒരു അവസ്ഥയിൽ പെങ്ങന്മാരെയും ആരെയും കിട്ടിയില്ല. സെർവൻറ്റും ഇങ്ങനത്തെ പണിക്കൊന്നും വിളിച്ചാൽ കിടപ്പ് രോഗികളെ നോക്കാമെന്ന് പറയുമ്പോൾ പലർക്കും മടിയാണ്. എന്നാൽ ഈ പെണ്ണ് പ്രതിഫലമൊന്നും ആഗ്രഹിക്കാതെ, അതെ, കറുത്തവളായ ഷക്കീല ഉമ്മയെ പരിപാലിക്കുന്നത് കണ്ട് അവനൊരൽപ്പം മനസ്സിനൊരു സന്തോഷം തോന്നി. എല്ലാവരും ഇട്ടിട്ട് പോയിട്ടും അവൾ പോയില്ലല്ലോ. ഉമ്മയെ നോക്കുന്നത് കണ്ടിട്ട് അവൻ്റെ മനസ്സലിഞ്ഞു. എന്നാൽ ഒരു നിമിഷം അവൻക്ക് ചെറിയൊരിഷ്ടം അവളോട് തോന്നി തുടങ്ങി. റബ്ബേ, ഇത്രയധികം വെളുത്ത മനസ്സിൻ്റെ ഉടമയായിരുന്നു ഇവൾ. അവളുടെ തൊലിയുടെ നിറം കറുപ്പാണെങ്കിലും അവളുടെ മനസ്സ് വെളുപ്പാണ്. ഒരറപ്പവും വെറുപ്പുമില്ലാതെ ഇവൾ എൻ്റെ ഉമ്മയെ നോക്കുന്നത് കണ്ടില്ലേ? എന്നാൽ ഈ സമയത്ത് അതാ നമ്മുടെ ഷക്കീലയുടെ ഉമ്മയും ഉപ്പയും അനിയത്തിയും ഉമ്മക്ക് സുഖമില്ലാത്തതെറിഞ്ഞ് വരികയാണ്. ഒരിക്കലും ഷക്കീലയെ കാണുവാൻ വേണ്ടിയല്ല അവർ വരുന്നത്. അവർ അത്രയും വലിയൊരു തറവാട്ടിലേക്ക് തൻ്റെ മകളെ കെട്ടിച്ചല്ലോ, അതിൻ്റെ പേരിലും അല്ല വരുന്നത്. അവർ അവനെ കാണുവാനും ഉമ്മയുടെയും ഉപ്പയുടെയും ഇടയിൽ നല്ല ആകുവാനും വേണ്ടിയിട്ടാണ് വരുന്നത്. അങ്ങനെ അത് അണിഞ്ഞൊരുങ്ങിയിട്ടാണ് നമ്മുടെ സാജിദ വരുന്നത്. ഷെരീഫിൻ്റെ മനസ്സിൽ സാജിദ മാത്രമായിരുന്നു. അത് കണ്ടിട്ടാണ് വിവാഹത്തിന് വേണ്ടി ഓക്കെ പറഞ്ഞത്. പക്ഷേ ചതിച്ചു, ശരിയാണ്. എന്നാൽ സാജിദ അതാ നല്ല ഭംഗിയുള്ള മനോഹരമായ ചുരിദാറെല്ലാം ധരിച്ചുകൊണ്ട് വരുന്നു. ഒരു നിമിഷം ഷെരീഫ് അത് കാണുന്നു. അതെ, ഇവളുടെ ആ ഒരു വെളുത്ത മുഖം. അത് കണ്ടിട്ടായിരുന്നു ഞാനന്ന് വിവാഹത്തിന് വേണ്ടി സമ്മതിച്ചത്. പക്ഷേ എനിക്ക് കറുത്ത പെണ്ണിനെ കിട്ടി. പക്ഷെ അവളുടെ മനസ്സ് വെളുപ്പായിരുന്നു. പെട്ടെന്ന് തന്നെ സാജിദ ഉമ്മ കിടക്കുന്ന റൂമിലേക്ക് കയറി. അയ്യേ, ഇവിടെ എന്തീ മണക്കണത്? ഹൈ, മരുന്നിൻ്റെ മണോ എന്തിൻ്റെയൊക്കെ മണമാണിത്? അയ്യേ, എനിക്കിവിടെ നിൽക്കാൻ കഴിയൂലേ എന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങി. ഒരു നിമിഷം അതാ ഷെരീഫ് അത് കണ്ടു. എന്തു പറ്റി? ഐ, നിങ്ങളെ ഉമ്മാൻ്റെ റൂമൊക്കെ കിടക്കാൻ കഴിയണില്ല, എങ്ങനെയാണ് അവിടെ നിൽക്കുക? എന്നാൽ പെട്ടെന്ന് തന്നെ അതാ ഷക്കീൽ അവിടെ എത്തി. അവൾ ഉമ്മയുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഒരു നിമിഷം അവനത് കണ്ടു. കണ്ടില്ലേ, ഒരു അറപ്പും വെറുപ്പും കാണിക്കാതെ എൻ്റെ ഉമ്മയുടെ എല്ലാ കാര്യങ്ങളും അവൾ ചെയ്തു കൊടുക്കുന്നു. അന്ന് തൊലിവെളുപ്പുള്ള സാജിദയെ ഞാൻ കെട്ടിയിരുന്നെങ്കിൽ, അതെ, മനസ്സിൻ്റെ വെളുപ്പുള്ള ഷക്കീലയെ എനിക്ക് കിട്ടില്ലായിരുന്നു. എന്തൊക്കെ തന്നെയും പടച്ചോൻ കാത്തു. അങ്ങനെ അത് ഉമ്മയെ നല്ല രീതിയിൽ പരിപാലിക്കുകയാണ് അവൾ. ശരിക്കും ഷെരീഫിൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് അലിഞ്ഞു പോയി. കാരണം മറ്റൊന്നുമല്ല, ഇത്രക്കും നല്ലൊരു പെൺകുട്ടിയെയാണല്ലോ ഞാൻ ഉപേക്ഷിക്കുവാൻ വേണ്ടി നിന്നത്. അങ്ങനെ ഇതാ ഉമ്മയുടെ സ്ട്രോക്കിൻ്റെ എല്ലാ കാര്യങ്ങളും, എല്ലാ എക്സസൈസുകളും കാര്യങ്ങളും എല്ലാം അവൾ ചെയ്തു കൊടുത്തു. ഉമ്മയെ പതുക്കെ പതുക്കെ ജീവിതത്തിലേക്ക് കയറ്റിക്കൊണ്ട് വരണം എന്നതായിരുന്നു അവളുടെ ഉദ്ദേശം, അവളുടെ ലക്ഷ്യം. അങ്ങനെ ഇതാ ഉമ്മയെ പൂർണ്ണസ്ഥിതിയിലേക്ക് ആക്കുവാൻ വേണ്ടി അവൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു. ഉമ്മയുടെ എല്ലാ കാര്യത്തിനും അവൾ കൂട്ടുനിന്നു. അങ്ങനെ അൽഹംദുലില്ലാ, മാഷാ അല്ലാ, ഉമ്മ നടക്കുവാൻ തുടങ്ങി. ഉമ്മക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. മോളെ ഷക്കീല, ഞാനൊക്കെ നിന്നെ തെറ്റിദ്ധരിച്ചു. ഒരുപാട് ഞാൻ നിന്നെ ചീത്ത പറഞ്ഞു. ഇപ്പോൾ എന്നെ നോക്കാൻ എൻ്റെ മക്കൾ പോലും ഉണ്ടായില്ല. അതെ, നീ മാത്രമാണ് ഉണ്ടായത്. മോളെ, എനിക്ക് പഠിച്ചവനായിട്ടാണ് നിന്നെ ഇറക്കി തന്നത്. എൻ്റെ മക്കൾക്കൊന്നും എന്നെ നോക്കാൻ കഴിഞ്ഞില്ലല്ലോ മോളെ. ഏതായാലും മോളെ ഒത്തിരി സന്തോഷം. മോളെ അള്ളാഹു നന്നാക്കൂ, നോക്കിക്കോ. എന്നാൽ ഈ സമയം മകൻ ഷെരീഫിനെ വിളിച്ചു ഉമ്മ. മോനെ. എന്തോ ഉമ്മ? പാവം മോളില്ലേ, നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുത്തി. കണ്ട, അവളാണ് എന്നെ നിലയിലെത്തിച്ചത്. ഉമ്മ, ശരിയാണ്, ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തി. എന്താ ചെയ്യുക മോനെ? അവൾക്ക് അവളുടെ വിവാഹം കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഇതുവരെയും നല്ലൊരു ജീവിതം ഉണ്ടായിട്ടില്ലല്ലോ. എൻ്റെ മോന് അവളെ ചേർത്ത് പിടിക്കണം ഉമ്മ. ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. അങ്ങനെ അതാ അവരുടെ വീട്ടിൽ വലിയൊരു പ്രോഗ്രാം നടക്കുകയാണ്. എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട്. എന്നാൽ അതിനിടയിൽ ഷെരീഫ് നേരെ ടെക്സ്റ്റൈൽസിലേക്ക് പോയി നല്ല പട്ടുസാരിയും നല്ല സ്വർണ്ണാഭരണങ്ങളും എല്ലാം കൊണ്ടുവന്നു. ആ രാത്രിയിൽ അതാ അവൻ വിളിക്കുന്നു. ഷക്കീല. ആദ്യമായി തൻ്റെ ഭർത്താവ് സ്നേഹത്തോടെ അങ്ങനെ വിളിക്കുന്നത് കേട്ടപ്പോൾ അവൾ ശരിക്കും ഞെട്ടി. ഷക്കീല, എൻ്റെ മുഖത്തേക്ക് നോക്കൂ. എന്താ? എൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് അറപ്പാവൂലേ? ഞാനിവിടെ നിന്നോളാം. അങ്ങനെ പറയല്ലേ ഷക്കീല. ഇത് നിനക്കുള്ളതാണ്. ഇതെന്താണ്? അതായത് പട്ടുസാരിയും സ്വർണ്ണാഭരണങ്ങളും. നാളെ നീ അതിഥികളെല്ലാം വരുമ്പോൾ അണിഞ്ഞൊരുങ്ങി നിൽക്കണം. ശരിക്കും അവൾ ഞെട്ടി. എന്തിന്?
അതായത് അതെ, നിന്നെ ഒന്നുകൂടി എനിക്ക് വിവാഹം കഴിക്കണം, നിന്നെ എൻ്റെ ഭാര്യയാക്കണം. ഒരു നിമിഷം അവൾ ഞെട്ടി. അതെ ഇക്ക, ഞാൻ കറുത്തവളല്ലേ, നിങ്ങൾക്ക് എന്നേക്കാൾ നല്ല പെണ്ണിനെ കിട്ടുമല്ലോ. ഇല്ല, നിന്നേക്കാൾ നല്ലൊരു പെണ്ണ് ഈ ദുനിയാവിലില്ല, നീ മാത്രമാണ് എൻ്റെ പെണ്ണ്. അങ്ങനെ ഏതാ പിറ്റേ ദിവസം അവിടെ നല്ലൊരു പാർട്ടി നടക്കുകയാണ്. അതിൽ നല്ല പട്ടുസാരിയും സ്വർണ്ണാഭരണങ്ങളും എല്ലാം അണിഞ്ഞുകൊണ്ട് നമ്മുടെ ഷക്കീലയുടെ കൈ പിടിച്ചുകൊണ്ട് പുതുമണവാളൻ ഷെരീഫ് കടന്നു വരികയാണ്. എല്ലാവരും ആ കാഴ്ച കണ്ട് ഞെട്ടി. അതെ, വളരെയധികം സന്തോഷത്തോടു കൂടെ അവരുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് അവർ വീണ്ടും കൈ പിടിച്ച് നടന്നു വരുമ്പോൾ എല്ലാവരും ഒരുപാട് കയ്യടികൾ അവർക്ക് സമ്മാനിച്ചു. ശരിക്കും അവൾക്കനുസരിച്ചൊരു പെണ്ണായി മാറിയിരുന്നു അവന് അപ്പോഴും. എന്നാൽ ഈ പാർട്ടിക്ക് അതാ അനിയത്തിയെയും ഉമ്മയെയും ഉപ്പയെയും വിളിച്ചിരുന്നു. എന്നാൽ അതിനിടയിൽ അനിയത്തി മറ്റൊരാളുമായി പ്രണയത്തിലായി അവൻ്റെ കൂടെ പോവുകയും പിന്നീട് അവൻ ഉപേക്ഷിച്ച് അവളാകെ ഒന്നുമില്ലാത്ത അവസ്ഥയിലായി തീരുകയും ചെയ്തിരുന്നു. ഈ സമയത്ത് അവർ വല്ലാതെ പാവങ്ങളായി മാറുകയും ചെയ്തിരുന്നു. എന്നാൽ മകളുടെ ഈ ഒരു മാറ്റം ശരിക്കും ആ ഉമ്മയെയും ഉപ്പയെയും എല്ലാവരെയും ഞെട്ടിച്ചു. തൻ്റെ മകൾ പഴയ പോലെയല്ല, കൂടുതൽ സുന്ദരിയായിട്ടുണ്ട്. അവളുടെ മനസ്സിൻ്റെ നന്മയും അവളുടെ ക്ഷമയും കാരണം അവൾ നല്ല രീതിയിൽ അതാ ഈ വീട്ടിൽ ജീവിക്കുകയാണ്. സ്നേഹത്തോടെ ഭർത്താവ് അവളെ ചേർത്ത് പിടിച്ചു. ആ കാഴ്ച കണ്ട് എല്ലാവരും സന്തോഷിച്ചു. എന്നാൽ സാജിദ ഇതെല്ലാം കണ്ട് ദേഷ്യപ്പെട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവൾക്ക് നല്ല സുഖമായി. ഞാൻ വിചാരിച്ചു എന്നും വേലക്കാരിയായി ഇവിടെ കഴിയാനായിരിക്കും അവളുടെ വിധിയെന്ന്. ഇപ്പോൾ അവൻ കൈ പിടിച്ചുകൊണ്ട് അവളെ കൊണ്ടുപോകുന്നത് കണ്ടില്ലേ? എന്തൊരു സ്നേഹം, എന്തൊരു വിനയം. ഞാനാണെങ്കിൽ കണ്ടുപിടിച്ച ആള്. വേണ്ട, അതൊന്ന് ആലോചിക്കാൻ കൂടി എനിക്ക് കഴിയുന്നില്ല. സാജിദക്ക് നല്ല ദേഷ്യം വന്നു, നല്ല സങ്കടവും. കാരണം അവളാണ് ഇതിനു വേണ്ടി ചതിക്കുവാൻ വേണ്ടി ഇങ്ങനെയൊരു പ്ലാനിങ് സെറ്റാക്കിയത്. പക്ഷേ പിന്നീട് താത്തയുടെ ജീവിതം നല്ലതായി തീരുന്ന അവൾ ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു. എന്നാൽ ഈ സമയം മണവാട്ടിയായി അണിഞ്ഞൊരുങ്ങിയ ഷക്കീല ഉമ്മ അവളെ വിളിച്ചു. മോളെ, ഉമ്മ മോളെ, എൻ്റെ കുട്ടി ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോഴും ആ ഒരു അവസ്ഥയിലായിരിക്കും. എൻ്റെ മക്കളൊന്നും ആരും എന്നെ നോക്കിയില്ല. എൻ്റെ മോളുണ്ടായതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. സ്നേഹത്തോടെ ഉമ്മ അവളെ നെഞ്ചോട് ചേർത്തു. അവളുടെ നെറുകയിൽ ചുംബനങ്ങൾ അർപ്പിച്ചു. മോളെ, എന്നും കൂടെ ഉണ്ടാകും ഉമ്മട്ടോ. ഒരിക്കലും മോള് വിഷമിക്കരുത് കേട്ടോ. ഉമ്മയുടെ കൂടെ മോളും ഉണ്ടാവണം കേട്ടോ. ശരിക്കും ആ ഉമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ നമ്മുടെ ഷക്കീലയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ ഉമ്മയും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും കെട്ടിപ്പിടിച്ച് കരയുന്ന ആ ഒരു ചിത്രം, ആ ഒരു രംഗം കണ്ടപ്പോൾ ശരിക്കും ഷെരീഫിന് മനസ്സിൽ എന്തെന്നില്ലാത്ത സങ്കടം തോന്നി. റബ്ബേ, ഞാൻ ഒരുപാട് അവളെ കഷ്ടപ്പെടുത്തിയതാണ്, ഒരുപാട് വിഷമിപ്പിച്ചതാണ്. റബ്ബേ, പുറത്തു തരണേ അല്ലാ. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, മോളെ ഷക്കീല, മാപ്പ്, ഞാൻ ചെയ്ത തെറ്റിനൊക്കെ മാപ്പ്. എന്തൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതൊക്കെ സാരമില്ല, എൻ്റെ കടമയല്ലേ ഞാൻ നിർവഹിച്ചത്. എൻ്റെ ഉമ്മയല്ലേ ഇത്, എൻ്റെ ഉമ്മയെപ്പോലെ തന്നെയല്ലേ. ഒന്നുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട. അതെ, ഈ വീട് ഞാൻ സ്വർഗമാക്കും. എൻ്റെ ഉമ്മയാണ്, എൻ്റെ ഇക്കയാണ്, എൻ്റെ ഇത്താത്തമാരാണ്, എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ്. സ്നേഹത്തോടെ അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൻ അവളെ നെഞ്ചോട് ചേർത്തു. അങ്ങനെ പാർട്ടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. ആ രാത്രിയിൽ അവൾ അതാ മണിയറയിലേക്ക് പാലുമായി ചെന്നു. സ്നേഹത്തോടെ അതാ അവൻ അവളെ ചേർത്ത് പിടിച്ചു. പാൽ രണ്ടുപേരും പരസ്പരം കുടിച്ചു. മോളെ, ഇതുവരെ നീ എൻ്റെ ഭാര്യയായിരുന്നു, പക്ഷേ പരിചയമില്ലാത്ത ഭാര്യ. ഇന്നു മുതലാണ് നീ എനിക്ക് എൻ്റെ സ്വന്തമായ ഭാര്യയാകുന്നത്. അങ്ങനെ അതാ അവർ അവരുടെ സന്തോഷകരമായ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഏകദേശം 1 മാസം ആയപ്പോഴേക്കും അതാ ആ വീട്ടിൽ സന്തോഷകരമായൊരു വാർത്ത, ഷക്കീല ഗർഭിണിയാണ് എന്നുള്ളത്. അവരുടെ സന്തോഷത്തിലേക്ക് 10 മാസം കഴിഞ്ഞപ്പോഴേക്കും ഒരു കുഞ്ഞ് പിറന്നു വന്നു. വളരെയധികം സന്തോഷത്തോടു കൂടെ ആ തറവാട് വീട്ടിൽ അതാ ആ ഒരു കുഞ്ഞിക്കാൽ പിറന്നപ്പോൾ ഒത്തിരി സന്തോഷമായി എല്ലാവർക്കും. സ്നേഹത്തോടെ തൻ്റെ ഭാര്യ ഷക്കീലയെ ഷെരീഫ് അതാ നെഞ്ചോട് ചേർത്തു. ആ കുഞ്ഞിൻ്റെ നെറ്റിയിൽ മൃദുലമായി ചുംബിച്ചുകൊണ്ട്, ഷക്കീല, നീ എൻ്റെ ഭാഗ്യമാണ്. നിന്നേക്കാൾ വലിയൊരു ഭാഗ്യം എനിക്കില്ല എൻ്റെ ജീവിതത്തിൽ. സ്നേഹത്തോടെ അവൻ അവളെ ചേർത്ത് പിടിച്ചു.